ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ്. ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ്. ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ്. MG ശ്രീകുമാർ ചലച്ചിത്ര പിന്നണി ഗായകൻ, സംഗീത സംവിധായകൻ, നിർമ്മാതാവ്, അവതാരകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് മലബാർ ഗോപാലൻ നായർ ശ്രീകുമാർ എന്നറിയപ്പെടുന്ന MG ശ്രീകുമാർ. ജനനം 25 മെയ് 1957. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ ഹരിപ്പാട് എന്ന ഗ്രാമത്തിൽ സംഗീതജ്ഞനായിരുന്ന മലബാർ ഗോപാലൻ നായരുടെയും സംഗീത അധ്യാപികയായിരുന്ന ഹരിപ്പാട് മേടയിൽ വീട്ടിൽ കമലാക്ഷി മാരാസ്യാരുടെയും 3 മക്കളിൽ ഇളയ മകനായി 1957 മെയ് 25 ഇടവമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ ജനിച്ചു. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലെ സംഗീത അധ്യാപികയായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ മേടയിൽ കമലാക്ഷി മാരാസ്യാർ. ഇന്ന് അദ്ദേഹത്തിൻ്റെ കുഞ്ഞമ്മയുടെ മക്കൾ കുടുംബത്ത് താമസിക്കുന്നു. തിരുവനന്തപുരത്തെ വീട്ടുപേരും മേടയിൽ എന്നാണ്. മൂത്ത സഹോദരനായ MG രാധാകൃഷ്ണൻ സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായിരുന്നു. സഹോദരി ഡോക്ടർ ഓമനക്കുട്ടി തിരുവനന്തപുരം വിമൻസ് കോളേജിലെ സംഗീത പ്രൊഫസറായിരുന്നു. സംഗീത സ്വരങ്ങൾ നിറഞ്ഞു നിന്ന വീട്ടിലായിരുന്നു ശ്രീകുമാർ ജനിച്ചതും വളർന്നതുമെല്ലാം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം ആർട്സ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ MG ശ്രീകുമാർ ചേർത്തല ഗോപാലൻ നായരുടെയും നെയ്യാറ്റിൻകര വാസുദേവന്റെ കീഴിലും കുറച്ചുനാൾ സംഗീതം അഭ്യസിച്ചു. എന്നാലും സംഗീതത്തിലെ പ്രധാന ഗുരു മൂത്ത സഹോദരൻ MG രാധാകൃഷ്ണൻ തന്നെ ആയിരുന്നു. 1983 റിലീസായ മമ്മൂട്ടി സിനിമയായ കൂലി എന്ന സിനിമയിൽ യുവകവി G ഇന്ദ്രൻ എഴുതിയ വെള്ളിക്കൊലുസോടെ കളിയാടും അഴകെ നിൻ ഗാനങ്ങളിൽ ഞാനാണാദിതാളം എന്ന വരികൾ പാടിയാണ് MG ശ്രീകുമാർ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് സജീവമാകുന്നത്. ഇതുവരെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് എന്നീ ഭാഷകളിലായി 2000 മേൽ ഗാനങ്ങൾ ആലപിച്ചു. KJ യേശുദാസ് എന്ന ഗാനഗന്ധർവൻ മലയാള ചലച്ചിത്ര പിന്നണി രംഗം അടക്കി വാഴുന്ന കാലത്ത് കണ്ണീർപ്പൂവിൻ്റെ കവളിൽ തലോടി, നാദരൂപിണി, സൂര്യകിരീടം തുടങ്ങിയ ഗാനങ്ങളിലൂടെ പുതിയൊരു ശബ്ദം മലയാളിയെ കേൾപ്പിച്ച MG ശ്രീകുമാർ നിലവിൽ മലയാള സംഗീതത്തിലെ ജനപ്രിയ ഗായകരിൽ ഒരാളാണ്. ചതുരംഗം, താണ്ഡവം, അറബിയും ഒട്ടകവും, അർദ്ധനാരി, ഞാനും എൻ്റെ ഫാമിലിയും, ഹസ്ബൻഡ്സ് ഇൻ ഗോവ, സകുടുംബം ശ്യാമള, ഒരു നാൾ വരും തുടങ്ങി 12ഓളം സിനിമകളുടെ സംഗീത സംവിധാനം ഒരുക്കി. മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് 2 തവണയും സംസ്ഥാന അവാർഡ് 3 തവണയും MG ശ്രീകുമാറിന് ലഭിച്ചു. അയ്യപ്പ ഭക്തിഗാന രംഗത്ത് നിറസാന്നിധ്യമായി നിലകൊണ്ട MG ശ്രീകുമാറിൻ്റെ ഏറ്റവും വിഖ്യാതമായ അയ്യപ്പ ഭക്തിഗാനമാണ് സ്വാമി അയ്യപ്പൻ എന്ന ആൽബത്തിലെ സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്ന ഗാനം. രാജീവ് ആലുങ്കലിൻ്റെ രചനയ്ക്ക് MG ശ്രീകുമാർ തന്നെയായിരുന്നു ഈ ഗാനത്തിൻ്റെ ഈണവും നിർവഹിച്ചത്. ഇദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത ഭൂരിഭാഗം ജനപ്രിയ ഗാനങ്ങളും രചിച്ചിട്ടുള്ളത് ഗിരീഷ് പുത്തഞ്ചേരിയും രാജീവ് ആലുങ്കലുമാണ്. ഈ കൂട്ടുകെട്ടുകളിൽ പിറന്ന ഗാനങ്ങൾ ആകെ സംഗീത പ്രേമികൾ ഏറ്റുപാടി. നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളും MG ശ്രീകുമാർ ആലപിച്ചിട്ടുണ്ട്. പാരമ്പര്യമായി കിട്ടിയ കർണാടക സംഗീതത്തിൻ്റെ വളരെ ശക്തമായ അടിത്തറയുണ്ട് ശ്രീകുമാറിന്. അത് പാടുന്നതിനായാലും സംഗീതം ചെയ്യുന്നതിനായാലും. ഒരു ഗായകൻ എന്ന നിലയിൽ അറിയപ്പെട്ട MG ശ്രീകുമാർ പെട്ടെന്നാണ് സംഗീത സംവിധായകൻ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. 2002 റിലീസായ താണ്ഡവം എന്ന മോഹൻലാൽ സിനിമയിലൂടെ.
പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥുമായിട്ടാണ് താണ്ഡവം സിനിമയിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത്. ശ്രീകുമാറിന് ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിച്ചത് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ നാദരൂപിണി എന്ന ഗാനത്തിനായിരുന്നു. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ ചാന്തുപൊട്ടും എന്ന ഗാനത്തിന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ദേശീയ പുരസ്കാരം ലഭിച്ചത്. വളരെ മഹനീയമായ സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു MG ശ്രീകുമാർ മലയാള സിനിമാ ലോകത്തേക്ക് എത്തിയത്. സംഗീത വേരുകളുള്ള കുടുംബത്തിലെ അംഗമായ ശ്രീകുമാറിന് ഒട്ടേറെ പാരമ്പര്യങ്ങളും അവകാശപ്പെടാനുണ്ട്. സംഗീത സംവിധായകനായിരുന്ന ജ്യേഷ്ഠ സഹോദരനായിരുന്ന MG രാധാകൃഷ്ണന്റെ മകൻ MR രാജകൃഷ്ണൻ ഇന്ത്യയിലെ തന്നെ മികച്ച ഓഡിയോഗ്രാഫർമാരിൽ ഒരാളാണ്. സംഗീത കോളേജ് അധ്യാപികയായ സഹോദരി K ഓമനക്കുട്ടിയുടെ ചെറുമകൻ ഹരിശങ്കറും ഇപ്പോൾ സംഗീത ആലാപന ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെ കുടുംബാംഗങ്ങൾ ഒക്കെയും സംഗീതത്തിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്നവരാണ്. 2002 താണ്ഡവം എന്ന സിനിമയിലെ ഹിമഗിരി നിരകൾ പൊൻതുടികളിലുണരും എന്ന ഗാനാലാപത്തിന് ഒരു ഗായകൻ എന്ന നിലയിൽ ഏറെ ശ്രോതാക്കളുടെ നിരൂപക പ്രശംസ കിട്ടിയ ഗാനമായിരുന്നു. കർണാടക സംഗീതത്തിൽ സാരമതി രൂപത്തിലുള്ള ഈ ഗാനം. ഇതിൻ്റെ സംഗീത സംവിധായകൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ആയിരുന്നു. 2001 കാക്കക്കുയിൽ എന്ന സിനിമയിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. ഹിന്ദോള രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പാടാം വനമാലി എന്ന ഗാനം മികച്ച ഒരു കോമ്പോസിഷനായി മാറി. തൻ്റെ ചില കോമ്പോസിഷനുകളിൽ ആ ഗാനം കമ്പോസ് ചെയ്ത രംഗത്തിലെ ഒരു കൃതി കൊണ്ടുവരുന്നത് MG ശ്രീകുമാറിൻ്റെ ചില കോമ്പോസിഷൻ പ്രത്യേകതയാണ്. ഈ ഗാനത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം സാമജവരഗമന എന്ന ത്യാഗരാജസ്വാമിയുടെ ഹിന്ദോള രാഗത്തിലെ ഒരു പ്രശസ്തമായ കൃതി കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയുള്ള കൃതികൾ കൊണ്ടുവരുമ്പോൾ ആ പാട്ടിൻ്റെ മാറ്റ് 10 മടങ്ങ് വർദ്ധിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പല കോമ്പോസിഷനും കേൾക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്. 2011 ഒരു മരുഭൂമി കഥ എന്ന സിനിമയിലെ ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ എന്ന ആഭേരി രാഗത്തിൽ തീർത്ത അതിമനോഹരമായ ഒരു ഗാനം MG ശ്രീകുമാറിനൊപ്പം ശ്വേത മേനോന്റെ ആലാപനവും ഈ ഗാനത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. തൻ്റെ ഗാനങ്ങളിൽ പിന്തുടരാറുള്ള മേൽപ്പറഞ്ഞ ശൈലി ഈ ഗാനത്തിലും MG ശ്രീകുമാർ പിന്തുടരുന്നു. അതായത് ആഭേരി രാഗത്തിലെ പ്രശസ്ത ത്യാഗരാജകൃതിയായ നഗുമോ മുഖനെല്ലി ഈ ഗാനത്തിലെ അനുപല്ലവിക്ക് മുൻപ് പാടുന്നുണ്ട്. ഇളയരാജ, AR റഹ്മാൻ തുടങ്ങിയ മാസ്റ്റേഴ്സ് മാത്രമേ പ്രണയഗാനങ്ങൾക്ക് വേണ്ടി മായാമാളവ ഗൗള എന്ന രാഗം ഉപയോഗിച്ചുള്ളൂ. അവരെ പോലെ തന്നെ മാറി ചിന്തിച്ചിരുന്ന MG ശ്രീകുമാർ പ്രിയദർശൻ ചിത്രമായ ആമയും മുയലും എന്ന സിനിമയിലെ മായാമാളവ ഗൗള രാഗത്തിൽ ചിട്ടപ്പെടുത്തി MG ശ്രീകുമാർ ആലപിച്ച ഗാനമാണ് കുഴലൂതും കുനുകുരുവി കുലവാഴ കൂമ്പഴകി. 2016 റിലീസായ ഒപ്പം എന്ന സിനിമയിൽ MG ശ്രീകുമാർ ആലപിച്ച ചിന്നമ്മ എന്ന ഗാനത്തിലെ പഴയ കാലങ്ങളെങ്ങോ പടിമറയുവതി നീ വരുമോ എന്ന വരികൾ നീലാംബരി രാഗത്തിലുള്ളവയാണ്. കിലുക്കം എന്ന സിനിമയിലെ കിലുക്കിൽ പമ്പരം എന്ന നീലാംബരി രാഗത്തിലുള്ള ഈ ഗാനം ആലപിച്ചിരിക്കുന്നതും MG ശ്രീകുമാർ തന്നെയാണ്. MG ശ്രീകുമാറിൻ്റെ പത്നി ലേഖ ശ്രീകുമാർ 2000 ജനുവരി 14 കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ഇവരുടെ വിവാഹം. 1990 മികച്ച പിന്നണി ഗായകൻ നാദരൂപിണി എന്ന ഗാനം ഹിസ് ഹൈനസ് അബ്ദുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. 1999 മികച്ച പിന്നണി ഗായകൻ ചാന്തുപൊട്ടും വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. 1989 മികച്ച പിന്നണി ഗായകൻ കണ്ണീർ പൂവിൻ്റെ കിരീടം, മായാമയൂരം, പീലി വീശിയോ വടക്കു നോക്കിയന്ത്രം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. 1991 മികച്ച പിന്നണി ഗായകൻ കിലുകിൽ പമ്പരം, കിലുക്കം, ആതിരവരവായി തുടർക്കഥ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. 1992 മികച്ച പിന്നണി ഗായകൻ വിവിധ ചിത്രങ്ങൾക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു.
സംഗീതജ്ഞനായ MG ശ്രീകുമാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു.